നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 6ാമത്തെ വേൾഡ് കപ്പിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങുന്നത്. ഇത്തവണ കിരീടം ചൂടുമോ 41കാരനായ ക്രിസ്ത്യാനോ? അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പായിരിക്കും ഇത് എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ പോർച്ചുഗലിലെ കോച്ച് റോബർട്ടോ മാർട്ടീനസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുന്നു, ക്രിസ്ത്യാനോ 7ാമത്തെ വേൾഡ് കപ്പ് കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. നോ വൺ ഷുഡ് ഡൗട്ട് ദാറ്റ് ഹീസ് ഏൺഡ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം നേടിയെടുത്തതാണ്. 2030 വേൾഡ് കപ്പും അദ്ദേഹം കളിക്കും. അങ്ങനെ ഒരു സംശയം, കളിക്കില്ല എന്ന സംശയം ആർക്കും വേണ്ട. റോബർട്ടോ മാർട്ടിനസിൻ്റെ വാക്കുകളാണ്. അതിന് അദ്ദേഹം വെറുതെ അങ്ങ് പറയല്ല, കുറേ കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യാനോ 226 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് കളിച്ചത്. ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ 143 ഗോളുകളാണ് നേടിയത്. അദ്ദേഹം അടുത്ത വേൾഡ് കപ്പും കളിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന് 45 വയസ്സുണ്ടാവും. അടുത്ത വേൾഡ് കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പോർച്ചുഗലിൽ കൂടി നടക്കുന്ന വേൾഡ് കപ്പാണ്. അടുത്ത വേൾഡ് കപ്പിൻ്റെ സംയുക്ത വേദികളിൽ ഒന്ന് പോർച്ചുഗലാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ക്രിസ്ത്യാനോ അതിലുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് റോബർട്ടോ മാർട്ടിനസിനുള്ളത്. അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോഡൽ എല്ലാ യങ് ഫുട്ബോളേഴ്സിലേക്കും എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു റോൾ മോഡലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ദേശീയ ടീമിലെ പരിശീലകർ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, അത് കളക്റ്റീവ് ഓർ ഇൻഡിവിജ്വൽ ടൈറ്റിൽ, ഒരു പ്രത്യേക കിരീടത്തിന് വേണ്ടിയോ പുരസ്കാരത്തിന് വേണ്ടിയോ കളിക്കുന്ന ആളല്ല. ക്രിസ്ത്യാനോയെ അദ്ദേഹം എന്ത് കഴിക്കുന്നു, അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നത് വെച്ചല്ല നമ്മൾ അളക്കേണ്ടത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹങ്കർ ഉണ്ടല്ലോ, ഇനിയും അധികം വേണം എന്നുള്ളൊരു ഹങ്കർ, അത് വെച്ചാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ക്രിസ്ത്യാനോ എന്തൊക്കെ നേടിയിട്ടുണ്ടോ, എന്തൊക്കെ നേടിയാലും തൊട്ടടുത്ത ദിവസം ആ സെയിം ഹങ്കർ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഇമ്പ്രൂവായി കൂടുതൽ മികവ് കാണിക്കാനുള്ളൊരു പാഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഒരുപാട് പ്ലേയേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗും ബാലൺ ഡിയോറും ഒക്കെ നേടിയിട്ട് തൊട്ടടുത്ത ദിവസം പിന്നെ അത് നേടാനുള്ള ആ ഒരു അപ്പറ്റൈറ്റ് നഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ അങ്ങനെയല്ല. അടുത്ത ദിവസം വീണ്ടും അത് നേടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. അതാണ് ഒരു ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റിയായി ക്രിസ്ത്യാനോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ലോങ്ങിവിറ്റി സാധ്യമാക്കാനുള്ള കാരണം ഈ ഒരു ഹങ്കർ തന്നെയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ജനറ്റിക് ആസ്പെക്റ്റ് ഉണ്ടാവാം, പക്ഷെ അദ്ദേഹം അതിലേക്ക് പുട്ട് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ബോഡിയെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി കോച്ച് ഇപ്പോൾ പറയുന്നു. ഏതായാലും വേൾഡ് കപ്പ് ക്യാമ്പയിന് പോർച്ചുഗൽ തുടക്കമിടുന്നത് ജൂൺ 17 DR കോങ്കോക്കെതിരെയാണ് ആദ്യ മത്സരം. അതിനുശേഷം അവർ ഉസ്ബെക്കിസ്ഥാനെതിരെ ജൂൺ 23 കളിക്കും. പിന്നെ ഗ്രൂപ്പ് കെയിൽ അവസാന മത്സരം ജൂൺ 27 കൊളംബിയക്കെതിരെ കളിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.